സുജയ, പൂഞ്ച് നഗരം നിശ്ചലമായി തന്നെ കിടക്കുകയാണ്. ഇതുപോലത്തെ ഒന്ന് രണ്ട് പോലീസ് വാഹനങ്ങളും ചില സ്വകാര്യ വാഹനങ്ങളും ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങൾ ഒന്നുമില്ല. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. പൂഞ്ച് ബസ് സ്റ്റാൻഡ് രണ്ട് വശങ്ങളായാണ് പൂഞ്ച് ബസ് സ്റ്റാൻഡുള്ളത്. ഇവിടെയാണ് കൂടുതൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഇതും ബസ് സ്റ്റാൻഡിന്റെ ഭാഗമാണ്. പക്ഷേ ഈ പ്രദേശത്തൊക്കെ ബസ്സുകൾ പൂർണ്ണമായും സർവീസുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ബസ്സുകളൊന്നും ഓടുന്നില്ല. അതോടൊപ്പം തന്നെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. ആരും എത്തുന്നില്ല. പ്രധാനപ്പെട്ട ചില ആളുകൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി വരുന്ന ആളുകൾ ആ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുന്നു. ഒട്ടും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത അത്ര സാഹചര്യം പൂഞ്ചിൽ ഉണ്ട് എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അവിടെ ഒരു വലിയ ബിൽഡിംഗ് കാണാൻ കഴിയും. ആ ബിൽഡിംഗ് തൊട്ടപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു മലനിരയാണ്. അത് പാകിസ്ഥാനാണ്. അതിനിപ്പുറത്ത് നിൽക്കുന്ന സ്ഥലമാണ് പൂഞ്ച്. സ്വാഭാവികമായും പാകിസ്ഥാന്റെ മലനിരകൾക്ക് അല്പം ഉയരം കൂടുതലുണ്ട്. സ്വാഭാവികമായും അവിടെ നിന്ന് അവർക്ക് ആക്രമിക്കാൻ വളരെ എളുപ്പമുള്ളൊരു പ്രദേശമാണ് പൂഞ്ച് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിരന്തരം ഇത്രയധികം ഷെല്ലാക്രമണങ്ങൾ പൂഞ്ചിലേക്ക് എത്തുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണെങ്കിലും നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏറെക്കുറെ പൂഞ്ച് നഗരം പൂർണ്ണമായും നിശ്ചലം. ഒരു ഹർത്താലിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. അത്യാവശ്യം കുറച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥരും പിന്നെ പോകുന്ന മറ്റ് സീനിയർ ഉദ്യോഗസ്ഥരും പിന്നീടുള്ള ആർമി വാഹനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു വാഹനങ്ങളൊക്കെ വളരെ അപൂർവമായി മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യം കാണാൻ കഴിയും. പോലീസിന്റെ ഒരു വാഹനം ഇപ്പോൾ ഇതുവഴി വരുന്നുണ്ട്. ഇത്തരത്തിൽ ഉള്ള വാഹനങ്ങൾ മാത്രമാണ് പൂഞ്ചിൽ പ്രധാനമായും ഇപ്പോൾ ഉള്ളത്. പിന്നെ കുറച്ച് മാധ്യമപ്രവർത്തകരും ഉണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ആരും പൂഞ്ചിലേക്ക് ഈ ഘട്ടത്തിൽ എത്തുന്നില്ല. നിരന്തരം പോലീസ് വാഹനങ്ങൾ ഇതിലെ പാഞ്ഞു പോകുന്നത്. നമുക്ക് അടുത്ത വീണ്ടും മറ്റൊരു പോലീസ് വാഹനമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ളൊരു കാഴ്ചയാണ് പൂഞ്ച് നഗരത്തിൽ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. നമ്മൾ ആദ്യമേ ബസ്സുകൾ കാണിച്ചതാണ്. ആ ബസ്സുകളുടെ സാഹചര്യം എന്ന് പറയുന്നത് ഈ നാട്ടിൽ സാധാരണ ഇവിടെ ഈ പബ്ലിക് ബസ്സുകൾ സാധാരണയായി കൂടുതലും പ്രൈവറ്റ് ബസ്സുകളാണ്. സാധാരണ സർക്കാരിന്റെ ബസ്സുകൾ വളരെ ചുരുക്കം മാത്രമാണ്. കൂടുതലും പ്രൈവറ്റ് ബസ്സുകൾ, ഇതുപോലുള്ള പ്രൈവറ്റ് ബസ്സുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. എന്നാണെങ്കിലും ആ ബസ്സുകൾക്കാണ് ഇപ്പോൾ വലിയ കേടുപാടുകൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ആക്രമണം ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് വരുന്ന ഷെല്ലുകളാണ് ഇപ്പോൾ ശക്തമായി തന്നെ ഈ മേഖലയിലേക്ക് പതിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഷെല്ലുകൾ പതിച്ചാണ് ഈ വാഹനങ്ങൾക്കൊക്കെ. അതോടൊപ്പം തന്നെ ഇവിടെ നിർത്തിയിട്ട് ഈ JCBയുടെ ചില്ലുകളൊക്കെ തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ JCBയുടെ ചില്ലുകളിലൊക്കെ ഈ ഷെല്ലിന്റെ അംശങ്ങൾ കൊണ്ടുകൊണ്ടുള്ള കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ മേഖലകളിലേക്ക് ഷെല്ലാക്രമണം ശക്തമായി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതൊക്കെ ഈ JCBയുടെ ചില്ലൊക്കെയാണ്. ഇതൊക്കെ ഏകദേശം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇവിടെയൊക്കെ ഷെല്ലിന്റെ അംശങ്ങൾ കൊണ്ടുകൊണ്ട് ഷെല്ലിന്റെ ഓരോ ഭാഗങ്ങൾ വന്ന് ഇടിച്ച് പൊട്ടിയതാണ്. അതിന്റെ ചില്ലുകളൊക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു വലിയ ബോർഡുണ്ട്. ആ ബോർഡിലും ചിലയിടത്തൊക്കെ നമുക്ക് ചില ഷെല്ലിന്റെ അംശങ്ങൾ കൊണ്ടുണ്ടായ ദ്വാരങ്ങളൊക്കെ കാണാൻ കഴിയുന്നു. അത്തരത്തിൽ എല്ലാ മേഖലയും, അതായത് ഈ പൂഞ്ച് നഗരത്തിൽ വലിയ തരത്തിൽ ഷെല്ലാക്രമണം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ആളുകൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങേണ്ടെന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർ തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജനജീവിതം പൂർണ്ണമായും ഇവിടെ തടസ്സപ്പെട്ട് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതൊരു സാധാരണ നിലയിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ഇത് ഏറ്റവും അതിർത്തിയോട് അടുത്തിടക്കുന്ന പൂഞ്ചിന്റെ പ്രദേശമായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ സാഹചര്യം. പക്ഷേ അപ്പുറ സൈഡിലേക്ക് പൂഞ്ചിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത്യാവശ്യം ജനജീവിതവും അപ്പം കടകളൊക്കെ തുറന്ന സാഹചര്യമുണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ പ്രദേശത്ത് പൂർണ്ണമായും ഏറെക്കുറെ എല്ലാം അടഞ്ഞു കിടക്കുന്നു. അത്തരത്തിൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ് പൂഞ്ച് ഉള്ളത്. വരും ദിവസങ്ങളിലും ഇതൊരു സമാധാന അന്തരീക്ഷത്തിൽ പോയില്ലെങ്കിൽ പൂഞ്ചയടക്കം കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് ജനങ്ങൾ വ്യക്തമാക്കുന്നത്. ആളുകളുടെ കടകമ്പോളങ്ങൾ അടഞ്ഞിടക്കുന്നു. ആളുകൾക്ക് മറ്റ് ജോലിക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നത് ഏത് തരത്തിലാണെന്ന് അറിയണമെങ്കിൽ പൂഞ്ച് പോലത്തെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വരുന്നത്. രാവിലെ നമ്മൾ പലയിടത്തും ഗ്രാമങ്ങളിൽ ഷെല്ലാക്രമണ സ്ഥലങ്ങളിൽ നമ്മൾ പോയതാണ്. അവിടെയൊക്കെ ആളുകൾ വീടുകളും അവരുടെ കന്നുകാലികളെയും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ പൂഞ്ച് നഗരത്തേക്ക് എത്തുമ്പോഴും കാര്യങ്ങൾ അധികം വ്യത്യസ്തമല്ല. വലിയ രീതിയിൽ ആക്രമണം നടന്നുകൊണ്ട് തന്നെ തീർച്ചയായും ആളുകൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, വലിയ പരിമിതികളുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജീവിതം മുന്നോട്ട് പോകാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിലൊക്കെ സാഹചര്യമാണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ RTCയുടെ ഒരു ബുക്കിംഗ് സെന്ററാണ്. ഈ ഓഫീസിന്റെ ഭിത്തികളൊക്കെ പൂർണ്ണമായും എന്താണെങ്കിലും ഷെല്ലാക്രമണത്തിൽ തകർന്ന് ഏറെക്കുറെ വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കടകമ്പോളങ്ങൾ, അതോടൊപ്പം കടയിൽ ഷട്ടറുകളൊക്കെ പൂർണ്ണമായും ഏറെക്കുറെ വലിയ രീതിയിൽ തന്നെ ഷെല്ലിന്റെ അംശങ്ങൾ കൊണ്ട് തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതൊക്കെ ഷെല്ലാക്രമണത്തിൽ തകർന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കടയിലെ ഷട്ടറുകളൊക്കെ നമ്മൾ നോക്കിയാൽ പോലും വലിയ രീതിയിൽ തന്നെ ഒരുപാട് ഷെല്ലിന്റെ അംശങ്ങൾ കൊണ്ട് ഇവിടെയൊക്കെ വലിയ ഡാമേജുകൾ, വലിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഷെല്ലാക്രമണത്തിൽ പറ്റിയിട്ടുള്ളതാണ്. ഇത്തരത്തിൽ വലിയ ഈ ഭിത്തികൾക്കൊക്കെ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ തന്നെ ഷെല്ലാക്രമണം കൊണ്ടുകൊണ്ട് ഭിത്തികൾ തകർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷട്ടറുകൾ തകർന്നിരിക്കുന്നു. അതാണെങ്കിലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഓരോ ദിവസവും പൂഞ്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാത്രികാലങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ ഇവിടെ ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് പരിസരവാസികളും വ്യക്തമാക്കുന്നത്. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നോബിൾ മാരിക്കാരനാണ്. ആക്രമണമുണ്ടായ ഇടങ്ങളിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നതിന്റെ നേർചിത്രമാണ് ഇപ്പോൾ നോബിൾ മാരിക്കാരൻ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.